സംഘത്തിൽ വരണമെന്നാണ് സ്വാമി പറഞ്ഞത്. എന്ത് പറയുന്നത്, എന്ത് വിഷയമാണെന്ന് എന്ത് സ്വാമി പറഞ്ഞിട്ടുണ്ട്. இந்த വിഷയത്തിനെ കുറിച്ച് പറയാനെങ്കിൽ എനിക്ക് അത്ര വലിയ അറിവില്ല. അതേപോലെ പഠിച്ചിട്ട് പറയാം, അതിനൊന്നും. പക്ഷേ സത്സംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ശ്രീരാമകൃഷ്ണന്റെ സന്നിധിയിൽ ആൾക്കാർ പോകുന്നത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് അവിടെ ചെല്ലുമ്പോഴാണ്. പക്ഷെ അദ്ദേഹം എക്സ്പീരിയൻസിൽ നിന്ന് അപ്പോൾ എന്ന് പറയുന്നത് എനിക്കതും എന്താ ചെയ്യാവുന്നതാണ്. സജ്ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അതാണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്താ സംസാരിക്കുക, ഈ നല്ല കാര്യം പറയാൻ വേണ്ടേ, നല്ലതാ ചെയ്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ്. ഈ പണ്ടേ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നല്ലത് ചീത്ത എങ്ങനെ തിരിച്ചറിയാവുന്നതാണ്. ആരെ ആശ്രയിക്കും? ഗുരുക്കന്മാരെ ആശ്രയിക്കും. കണ്ടുകിട്ടുന്നത് ഓരോരുത്തരും ഓരോ വഴികളാണ്. ഇതാണ് നല്ലത്. പക്ഷേ നമുക്ക് തോന്നുന്നില്ല, ശരിയാണ് തോന്നുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ ആണ്. വേറെ ഇത് ഇതാണ്. അവസാനം എന്തിനെ നമ്മൾ ആശ്രയിക്കാം? ഭഗവത്ഗീതയിൽ പറയും, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ശാസ്ത്രത്തിനെ ആശ്രയിക്കാം. ശാസ്ത്രം പ്രമാണമില്ലേ, ഒരു ശാസ്ത്രമായി നമുക്ക് പ്രമാണമായിട്ടില്ല. ഏത് ശാസ്ത്രം? പുസ്തകങ്ങളല്ല ശാസ്ത്രം. അത് നമ്മൾ മനസ്സിലാക്കും. പുസ്തകം മനസ്സിലാക്കാനുള്ള സയൻസാണ് ശാസ്ത്രം. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വാക്കുകളും അക്ഷരങ്ങളും വാചകങ്ങളും ഒക്കെയാണ് കേൾക്കുന്നത്. അത് ആൾക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ അതിൻ്റെ ആന്തരിക അർത്ഥം അത് നമ്മുടെ ഉള്ളിൽ പ്രകടമാകും. അത് പുസ്തകങ്ങളുള്ളത് ഈ ഭക്ഷണം പറയുന്നത് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ വിളക്ക് കത്തണമെങ്കിൽ എന്താണ് പറയും? തീപ്പെട്ടിക്കുള്ളിൽ നനഞ്ഞിട്ട് എത്ര വരച്ചാലും ഒരു പ്രയോജനമില്ല. ആ തീപ്പെട്ടി കൊള്ളി പോകും, തീപ്പെട്ടി പോകും മാത്രമുള്ളൂ. അങ്ങനെയാണ് ഈ ആധ്യാത്മിക ജീവിതത്തിൽ അവരുടെ ജീവിതം തന്നെ കട്ടപ്പോയാവുന്നതാണ്. കാരണം അതിൻ്റെ പിന്നിൽ ഇത് ഉണക്കിയെടുക്കും. തീപ്പെട്ടിക്കൊള്ളി ഉണക്കിയെടുക്കും. അതിന് പേരാണ് തപസ് പറയുന്നത്. തപസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ വീടും നാടുകളൊക്കെ വിട്ട് എവിടെയെങ്കിലും മനസ്സിലോ അസുഖങ്ങളൊക്കെ ഈ ലോകം നടക്കണ്ടേ? നമ്മുടെ ഉത്തരവാദിത്തമാണ് ലോകം. സ്വന്തം കാര്യത്തിൽ നടത്താൻ പറ്റില്ലെങ്കിൽ ലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യം. തപസ് ഇതിലൂടെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്ന, ഏകാഗ്രമാക്കുന്ന പ്രക്രിയയാണ് തപസ്. അതിനുള്ള വഴി സാധനങ്ങളാണ്. പ്രാക്ടീസ് കോൺസെൻട്രേഷൻ, അതാണ് സാധന. എന്ത് പാട്ടിലായിക്കോട്ടെ, നൃത്തത്തിലായിക്കോട്ടെ, സംഗീതത്തിലായിക്കോട്ടെ, എന്ത് സംഭവങ്ങളും നമുക്ക് ആവിഷ്കരിച്ചെങ്കിൽ അതിൽ അങ്ങേറ്റത്തെ പ്രയത്നം ആവശ്യമുണ്ട്. പൂർണ്ണ മനസ്സറിയുമ്പോൾ അതുപോലെ ഈ ആചാര്യന്മാർ ശാസ്ത്രങ്ങൾ എന്തെന്ന് മനസ്സിലാകണമെങ്കിൽ കഠിന പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാൻ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എത്ര തൽപരമാണ്. സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നതാണ് മനസ്സിൻ്റെ ബുദ്ധിമുട്ടാകുന്നത്. അത് പ്രത്യേകിച്ചും വയസ്സായി വരുമ്പോൾ, പ്രായം കൂടി വരുമ്പോൾ മനസ്സ് അത്രയധികം ചഞ്ചലമായിക്കൊണ്ടിരിക്കും.
അപ്പോൾ നമുക്ക് പരാതി ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഓർമ്മയും പോകുന്നു. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അനുഭവിക്കുന്നതാണ്. ഫോക്കസ് പോകുന്നു, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളപ്പോൾ ആലോചിക്കുന്നുണ്ട് നമ്മുടെ വൈകാരികളെ കുറിച്ച്, നമ്മുടെ പരിമിതിയെ കുറിച്ച്, നമ്മുടെ ഇല്ലായ്മയെ കുറിച്ച് പറയാൻ പറ്റിയിരിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിന് ഇവിടെ നിന്നാ സന്തോഷം കിട്ടും, ഇവിടെ നിന്നാലും ആനന്ദം കിട്ടും. ഒരു വഴി മനസ്സിൽ കാണുന്നില്ല. ഇവിടെയാണ് വിശ്വാസത്തെ നമ്മൾ ഓർക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ അന്വേഷിക്കുന്ന ആനന്ദം, നമ്മൾ അന്വേഷിക്കുന്ന സ്വസ്ഥത, നമ്മൾ അന്വേഷിക്കുന്ന അറിവ്, ഇതൊന്നും പുറമെയല്ല. അതാണ് നമ്മുടെ സ്വരൂപം, അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ്. സത്യം, ജ്ഞാനം, അനന്തം, അതാണ് സത്യം, അതാണ് നമ്മുടെ സ്വരൂപം. ജ്ഞാന സ്വരൂപമാണ് നമ്മൾ. അറിവെന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്, അതേ ഉള്ളൂ. അതുപോലെ ആനന്ദം, നമ്മൾ അന്വേഷിക്കുന്ന സുഖം, ഇത് നമ്മുടെ സ്വരൂപമാണ്. ആനന്ദം നമ്മുടെ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപം. ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം, അത് നമ്മുടെ സ്വരൂപമാണ്. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്നത് പുറമെയായി പോയതാണ് നമ്മുടെ പരാജയം. ഇതിനെന്താണ് വഴി? നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ എക്സ്ട്രോവേർട്ടാണ്. കണ്ണുകൊണ്ട് പുറമെയുള്ളതേ കാണാൻ പറ്റും, ചെവി കൊണ്ട് പുറമെയുള്ളതേ കേൾക്കാൻ പറ്റും, മൂക്കുകൊണ്ട് പുറമെയുള്ള മണമേ ഗ്രഹിക്കാൻ പറ്റും, നാക്കുകൊണ്ട് പുറമെയുള്ള രുചി അറിയാൻ പറ്റും, ചെവികൊണ്ട് പുറമെയുള്ള സ്പർശനെ അറിയാൻ പറ്റും. ഇത് അഞ്ചല്ലാതെ നമുക്ക് വേറെ രീതിയിൽ നമ്മുടെ കൈവികതാണ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ കൺട്രോളിൽ. ഇത് എങ്ങനെ, എന്താണ് നമുക്കറിയാൻ സാധിക്കുക? എങ്ങനെ സാധിക്കാം? എന്താണ് വഴി? അപ്പോൾ കസ്തിധീര പ്രത്യേക ആത്മാവിനെ നയിച്ചത് ആവർത്ത ചക്ഷുവും അമൃതത്വം വെച്ചു. ഏതോ ഒരു ധീരൻ അയാൾ തൻ്റെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കും. എന്താണ് നമ്മുടെ ഉള്ളിലെ സത്ത? അത് തിരിച്ചറിയാനുള്ള ആ നോക്കാം. കുറച്ച് സമയം നിന്ന് സ്വസ്ഥമായിരിക്കാനായിട്ട് കുട്ടിക്കാലത്തെ പരിശീലിച്ചാൽ വയസ്സാവുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലുകളെ നേരിടാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രായമായി കഴിയുന്നത് ആർക്കും വേണ്ട. കാരണം ശരീരത്തിൽ ബാക്കി ഒന്നും നമുക്ക് ഉന്നതായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളല്ല വേണ്ടത്, നമ്മൾ ഭാരമാണ്, നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പാദ്യമാണ്, അതൊന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കരുതുന്നത്. ഈ സമയത്ത് നമ്മുടെ എന്തിനാണ് ഒരു സുഖം വരാമെന്നൊരു സന്തോഷം കണ്ടെത്താൻ പറ്റും? അത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതാണ് അറിയുമ്പോൾ അപ്പോൾ ഇതൊന്നും വേണ്ട. നമുക്ക് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ആനന്ദം അനുഭവിക്കാൻ പറ്റണം. അതിനുള്ള പരിശീലനം ചെറുപ്പകാലത്തെ ഉള്ളവർക്ക് സമാധാനമുണ്ട്. കഴിഞ്ഞ മാസം ഇവിടെ പറവൂർ ഭാഗത്തോടെ ഒരു വയസ്സായ അമ്മ വീട്ടിൽ ഒരാളുടെ കിടക്കുന്നുണ്ട്. ഒന്ന് പേര് കാണാം എന്ന് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ കയറുന്നില്ല. അവർക്ക് ഏകദേശം 74 വയസ്സ് പ്രായം. ശരീരമാണെങ്കിൽ കൈയൊന്നും അനക്കിട്ടൊന്നും ചെയ്യും. ഈച്ച വന്നതിന് കഴിച്ചാൽ കൈ കൊണ്ടില്ല, കൊതു കഴിച്ചാലും ചെയ്യാൻ പറ്റും. സ്വസ്ഥമായിട്ട് കിടക്കുക. കണ്ട വഴി തന്നെ സ്വാമിയോട് വലിയ സന്തോഷം, വളരെ ശരിയാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും അനങ്ങാതെ കിടക്കുന്ന ഈ അമ്മ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. വളരെ സന്തോഷമായി സ്വാമിയോട്. സ്വാമിക്ക് സുഖമാണ്, ഇങ്ങോട്ട് ചോദിക്കുകയാണ് സ്വാമിക്ക് സുഖമാണ്. നമ്മൾ അവരുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി കഴിയുക. സാധാരണ ഒരു മനുഷ്യന് നടക്കുന്ന ആരോഗ്യത്തിൽ നടക്കുന്ന 90 വയസ്സായ ഒരാൾ പറയും എന്നെക്കൊണ്ട് തീരെ വയ്യ, അത് നടന്നു വരിക, എന്താ എന്നെക്കൊണ്ട് തീരെ വയ്യ, നടക്കാൻ വയ്യ. ഇവിടെ 74 വയസ്സായ കഴിയുമ്പോൾ കിടന്ന കിടക്കാം. ശരീരത്തിൽ ഒരു ഭാഗത്ത് പറയുന്നത് വൈകാതൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ സന്തോഷം, അവരെ ചെയ്യും. എങ്ങനെ ഇത് സാധിക്കും? ആരും എടുക്കില്ല, മക്കളില്ല, ഒരാളില്ല. ഒരു അമ്മ അവരെ സഹായിക്കാനായിട്ട് വരും, അവർക്ക് പറ്റുമ്പോൾ അല്ലാന്നുണ്ടെങ്കിലും. പക്ഷെ അവർ ഒരിക്കലും പറഞ്ഞില്ല എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. വളരെ സന്തോഷത്തിലില്ല.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പുറമേ വരുന്നതല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ആ സത്യം ഇതിനാണ്. അതിനെക്കുറിച്ച് അവരുടെ ഓട്ടനുസരിച്ചാണ് അവരുടെയൊക്കെ വീട്ടിലേക്ക് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമി സത്സംഗത്തിൽ പോകുമായിരുന്നു. അവർ എറണാകുളത്ത് താമസിക്കുന്നതാണ്. അവരുടെ വീട്ടിൽ ഭാഗവതം വായിച്ച് സത്സംഗങ്ങൾ നടത്തും. അപ്പോൾ ആ ഒരു സ്ഥിതി ജ്ഞാനാനന്ദ സരസ്വതി സ്വാമിയുടെ ഫിലോസഫിയാണ് പരിപൂർണ്ണാദ്വൈതം. ഞാൻ എന്ന് പറയുന്ന ബ്രഹ്മം തന്നെയാണ്. അതാണ് നമ്മുടെ അനുഭൂതി വാക്യം. അഹം ബ്രഹ്മാസ്മി. ഈ ശരീരത്തിൻ്റെ ഒക്കെ വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ബോധമല്ല. സ്വാമി തന്നെ എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരുന്നതാണ്. അപ്പം ഈ അനുഭൂതി എൻ്റെ ഈ ശരീരമല്ല ഞാൻ എന്നുള്ള തോന്നൽ ഉണ്ടാവണമെങ്കിൽ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. എന്ത് പ്രാക്ടീസ് ചെയ്യും? ശ്രീരാമകൃഷ്ണൻ ഈ യുഗത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഫോർമുല പറഞ്ഞിട്ടുണ്ട് നാമജപം. നമ്മളൊരാളുടെ പേര് പറഞ്ഞാൽ ആ പേരിൻ്റെ ആള് തന്നെ രാജു എന്ന് പറഞ്ഞാൽ രാജുവാണ്. കാരണം അതൊരു ശബ്ദമോ ഒരു രൂപമോ അല്ല, വേറൊരു രൂപമല്ല. കാരണം ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം അത് മാത്രമേ. പക്ഷെ ഇത് അയാളാണ് മാറാതെ നിൽക്കുന്ന എന്തോ സത്ത. അതാണ് ഈശ്വരൻ. എന്തൊക്കെ പേരുണ്ട്. അതാണ് ഇപ്പം നമ്മൾ സഹസ്രനാമത്തിൽ എന്നൊക്കെ നമ്മൾ ലഭിക്കും. അതെല്ലാം ഈ ഭഗവാൻ മന്ത്രങ്ങളാണ്. കേൾക്കുന്നതൊക്കെ നാരായണ ചെയ്യും, കാണുന്നതൊക്കെ നാരായണ, ചെയ്യുന്നതൊക്കെ നാരായണാർത്ഥങ്ങൾ. ഇതാണ് ഹരിനാമകീർത്തനത്തിലൊക്കെ ചോദിക്കുന്നത് പറയുന്നത്. അത് പ്രായോഗികമാണ്. ഈ ഒരു അവബോധം മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള അഭ്യാസം, അതിനാണ് നാമജപം. അത് മന്ത്രദീക്ഷ ലഭിച്ചിട്ടുള്ളവരൊക്കെ അനുഗ്രഹിക്കലാണ് കാര്യം. ഗുരു പറഞ്ഞു തന്നിട്ട് ഇതാണ് നമ്മുടെ മന്ത്രം, ഇത് ചോദിച്ചോളൂ. ആയിരക്കണക്കിന് നാമങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണ്ടത് ഏത് പേര് വിളിച്ചാലേ ശരിയാവുക. കുറച്ച് നിന്നാലും ഒരു നാമം ചോദിച്ചു എന്നെ വേറെ നോക്കാനാണ്. അവിടെ നാരായണ ഗുരു എന്ന് പറയുന്ന പോലെ ഒരു കുഴി അവിടെ വെള്ളമില്ല, അടുത്ത ഇങ്ങനെ കുഴി കുത്തിക്കൊണ്ടിരിക്കുക. ഒരിടത്ത് വെള്ളം കിട്ടും. ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് അത് നമ്മുടെ ഉപാസനയായിട്ട് മാറ്റാം. നമ്മുടെ സമൂഹത്തിൽ പറ്റിയിട്ടുള്ള പ്രത്യേകിച്ച് ഹിന്ദു മതത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു അപകടത്തിന്റെ ഏറ്റവും പ്രധാന കാരണം ഈ ഉപാസന എന്നുള്ള സംഭവം നഷ്ടപ്പെട്ടു. ഉപാസന എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തിരിക്കുകയാണ്. ഭഗവാനെ നമുക്ക് രൂപമില്ല, ഭാവമില്ല, കാണാനും ഒന്നും പറ്റിയില്ലെങ്കിൽ എങ്ങനെ എവിടെ അടുത്തിരിക്കാം? എല്ലാവർക്കും ഉണ്ടത്തെ അവർക്ക് പുകയാണ്. ഇത് എല്ലാവർക്കും ഒന്നും ഈ അനന്ത ചൈതന്യത്തെ അറിയാൻ ഉൾക്കൊള്ളാനും ഉള്ള വിശാലത പരിമിതമില്ലായ്മ എല്ലാവരും പരിമിതരാണ്. അവിടെയാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നത് സത്യമുണ്ട്. ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, എല്ലാമാണ്. പക്ഷേ ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ട് ഈശ്വരൻ ഏത് രൂപവും സ്വീകരിക്കാൻ സാധിക്കും. അത് നിങ്ങൾ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവുന്നത്. നരേന്ദ്രനാഥ് അത് നടത്തിയിട്ടുണ്ട്. അവസാനം അദ്ദേഹം വാസിപ്പൂർ വിദ്യാലയമായി ചികിത്സാർത്ഥം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നരേന്ദ്രനെ ചോദിച്ചു, വീണ്ടും ചോദിച്ചു, എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നരേന്ദ്ര എനിക്ക് മനസ്സിലായോ? മനസ്സിലായി. എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇവൻ മനസ്സിലാക്കിക്കളാം. ഇപ്പൊ ശ്രീരാമകൃഷ്ണന്റെ ഈ രൂപം ഇത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്ന് ഇവിടെ വിവേകാനന്ദ സ്വാമികളാണ് നാരായണഗുരു പറഞ്ഞതാണ്. സാക്ഷാൽ ബ്രഹ്മത്തിന്റെ ചിത്രമൊക്കെ അതുപോലെ ഇരിക്കും. ശ്രീരാമകൃഷ്ണന്റെ ജീവിതത്തിൽ വായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കാണിച്ചു ധാരാളം സംഘമുണ്ട്. ഫോട്ടോ കാണിച്ചു ധാരാളം വെച്ചു ബ്രഹ്മത്തിന്റെ പ്രസക്തി അതാണ് നാരായണ ഗുരു. സാക്ഷാൽ ബ്രഹ്മത്തിന്റെ പ്രതീകം, ഈശ്വരന്റെ
ദൈവമാണ് നമ്മുടെ ആരാധനാമൂർത്തികളെല്ലാം. അത് ഇന്നത്തെ പാടുള്ളൂ എന്നില്ല. ഏത് പ്രകാരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം സാധിക്കും. പക്ഷെ സത്യമില്ലാണ് ഇവിടെ വെള്ളമില്ല നിങ്ങളെല്ലാവരും പറയും. ഞാനിവിടെ ഐശ്വര്യത്തിൻ്റെ ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ പുറത്ത് വെള്ളമുണ്ട്. അത് എവിടുന്ന വരുന്നത്? ഇവിടെ വെള്ളം തന്നെയാണ്. ആകാശത്ത് വന്നത് ലീക്കായതല്ല. ഈ അന്തരീക്ഷത്തുള്ളത് തന്നെ. അപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ള പറഞ്ഞാൽ കാണാൻ പറ്റാതിരുന്ന, തൊടാൻ പറ്റാതിരുന്ന, അറിയാൻ പറ്റാതിരുന്ന വെള്ളം ഇവിടെ ഘനീഭവിക്കുന്ന വെള്ളമായിട്ടുണ്ട്. കുറച്ചുകൂടെ തരത്തിൽ കഴിഞ്ഞാൽ ഇത് രൂപം കൊടുക്കാൻ ഇതേ വെള്ളമാകുകയും വീണ്ടും ചൂടായി കഴിഞ്ഞാൽ നിരാവിയാകും ഇതിനെ കാണാൻ പറ്റാണ്. ഒരേ സത്ത, ഒരേ ഈശ്വരനെ സാധാരണമാകട്ടെ നിരാകാരമാകട്ടെ എങ്ങനെ ഇരുന്നാലും അത് വസ്തു ഒന്ന് തന്നെ. ഇതാണ് ലോകത്തിൻ്റെ മുഴുവൻ സത്ത. പ്രപഞ്ചം മുഴുവൻ ചരാചരങ്ങൾ എന്ന് പറയും. അതിൽ ശ്രീരാമൻ തന്നെ പറയും ചരാചരങ്ങൾ എന്ന് പറഞ്ഞാൽ അണിഞ്ഞത് അറിഞ്ഞാത്തത്, ചലിക്കുന്നത് ചലിക്കാത്തതെന്നാണ്. ചലിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അതിന് ജീവനില്ലായ്മ, ശക്തിയില്ലായ്മ മാത്രമല്ല. അത് മനസ്സിലാക്കണം ഇന്നത്തെ സയൻസ്. ഇന്നത്തെ സയൻസിലൂടെയാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ മേശാണെങ്കിലും തുണിയാണെങ്കിലും എൻ്റെ ശരീരമാണെങ്കിലും ടൈപ്പാണെങ്കിലും എല്ലാ സാധനങ്ങളും ബേസിക്കലി ആറ്റമാണ്. ആറ്റം എന്നുള്ളത് എനർജി തന്നെ ആരോപിക്കുന്നു. ഒരേ ശക്തി അത് തന്നെയല്ല. ഇത് സയൻസ് കഴിയും. ഇത് ഋഷിമാരി പറയുന്ന പരീക്ഷണങ്ങൾ ഇല്ലാണ്ട് അവരുടെ മനസ്സിൻ്റെ വിശ്വസാണ് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ഇത് ശ്രീരാമചന്ദ്രൻ അനുഭവിച്ചറിഞ്ഞതാണ്. കേവലം അറിയുക തന്നെയല്ല, കാണിച്ചു കൊടുക്കാൻ പറ്റും. നരേന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നരേന്ദ്രൻ മാത്രമല്ല, പലർക്കും എല്ലാം നിരവധി ആൾക്കാർ ഡാക്ടർമാരാണ്. ഇതുപോലെ അത്ഭുതാത്മകമാണ്. അക്ഷരാഭ്യാസങ്ങളില്ലായിരുന്നു. അദ്ദേഹവും കണ്ടിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ സംസ്ഥാനം കൊണ്ട് ഈ പ്രപഞ്ചം ഈശ്വരമായ അല്ലാതെ ഇതന്നെയാണ്. കാണുക തന്നെയല്ല, അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഇവർക്കൊന്നും ഒരിക്കലും ഇല്ലായ്മ എന്ന് സംഭവിക്കുന്നു. സദാസമയവും ആനന്ദവത്തരായി. അപ്പം ഇങ്ങനെ ഒരു കഴിഞ്ഞമാതിരി അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളും ഇതൊക്കെ അനുഭവിക്കാതെ അതിനെന്ത് സമാധാനം? സ്വന്തം ഉദാഹരണം കാണിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പറയുന്നത് ഈശ്വരനാണ്, അവതാരമാണ്. ഇപ്പം ഈ അവതാരത്തിൻ്റെ കൈ വരുന്നതിന് ഈ ഒരു ലെക്ചർ കൊടുക്കും. പിന്നെന്താണ് ഈശ്വരൻ, ഈ നീരാവിയായിട്ട് ഈശ്വരൻ ഈ ഐശ്വര്യത്തെ പരിഗണിക്കുമ്പോൾ ഇത് രൂപമുണ്ട്, ഭാവമുണ്ട്, അതിന് അളവെടുക്കാൻ പറ്റും. അതേപോലെ ഈ കേവല സത്ത രൂപം പ്രാപിക്കുമ്പോൾ അതിന് എന്ത് വേണമെങ്കിൽ സംഭവിക്കാൻ ലോകത്തിനുണ്ടാവാം, എന്ത് വേണമെങ്കിൽ സംഭവിക്കും. പക്ഷേ അത് ഇത് തന്നെയാണ്. ഈ അനുഭവ ജ്ഞാനമാണല്ലോ ഇതിന് വേണ്ടത്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയി നമ്മൾ കാണേണ്ടത് നമ്മുടെ സത്ത. ധ്യാനിക്കാനായിട്ട് വേറെ രൂപമോ ഭാവമോ വിഷയമോ ഒന്നും ആവശ്യമില്ല. നമ്മളെന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ആത്മാവിനെ അറിയാൻ മനസ്സിലാക്കും. അത് നിശബ്ദം, അത് കേൾക്കുന്നത് ചെയ്യുന്നതാണ്. അത് നമ്മൾ ശബ്ദം പുറമേന്ന് കേൾക്കുമ്പോൾ ഉള്ളിലുള്ള ശബ്ദം കേൾക്കാൻ യേശുദാസിന്റെ ഇന്റർവ്യൂ ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിന് ഈ പാട്ട് എങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ശബ്ദം നിങ്ങൾ ഞാൻ പറയുമ്പോൾ പറഞ്ഞു വരുന്ന ആ സൗണ്ടല്ല, അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. മഴയിൽ വരുന്നു ആ രംഗം അവിടെ രൂപപ്പെടുന്നു. ഉള്ളിലേക്ക് ഈ അനാഹതധ്വനി നമ്മുടെ ഉള്ളിലാണ്. അവിടെ നിന്ന് സർവ്വ ശബ്ദജാലം ഇതിൽ വരുന്നതാണ്. അതേപോലെ മറ്റൊന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ കാഴ്ച. പറഞ്ഞുള്ളതേ കാണുള്ളൂ.
ആ കാണുന്നത് ഉള്ളിലേക്ക് തിരിഞ്ഞു. അതിനൊക്കെ സമയത്ത് രൂപമാണ് കാര്യങ്ങൾ പറഞ്ഞു. അതിന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ചൈതന്യത്തായിട്ട് ദിവ്യപ്രകാശം കണ്ണടച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വീഴുന്നത് തട്ടുന്ന കിടക്കില്ല. ആ ചൈതന്യം അത് തന്നെയാണ് ശരീരം മുഴുവൻ, അത് തന്നെയാണ് ഈ പറഞ്ഞത് പ്രവർത്തിക്കുന്നത് എല്ലാം ഈ കാലഘട്ടത്തിലായിട്ട് ആദ്യത്തെ ഭാവനയായിരിക്കാം. പക്ഷേ അതിനെ അതാണ് ശ്രീനിവാസൻ പറഞ്ഞത് കാണിച്ചു കൊടുത്തത്. അദ്ദേഹത്തിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു ഒരു ദിവസം തന്നെ ഒരു മാസം നീണ്ടുപോയി ഈ അനുഭവം. വണ്ടി നേരെ വരുമ്പോൾ വഴി മാറി കൊടുക്കാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ തലയിടിക്കുമ്പോൾ വഴി മാറി കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതെല്ലാം ഒന്നല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എക്സ്പീരിയൻസ് ആണ് ഈ അദ്വൈത തത്വത്തെ ചോദ്യം ചെയ്ത് നല്ലതിൻ്റെ അനുഭൂതിയാണ് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇത് അറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ നമ്മൾ ഈ ലോകത്തുണ്ടാകുന്ന ഇന്നത്തെ കഷ്ടനഷ്ടങ്ങൾ പ്രശ്നങ്ങൾ പരിഹാരം ഇന്ന് അതിൻ്റെ പരിഹാരം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഇല്ലാതാക്കാൻ നമ്മൾക്കുണ്ടാവില്ല. ഇതെല്ലാം ഇവിടെ എങ്ങനെ ഉണ്ടാവും? പക്ഷേ ഇതിനൊന്ന് മാറി നിന്നിട്ട് കാണുന്നു. ഒരു സിനിമ കാണുമെന്ന് വിചാരിക്കും, അതിൻ്റെ അകത്ത് ഇങ്ങനെ സദാസമയവും പാട്ടും പാടി നൃത്തം ചെയ്തിരിക്കുകയാണെങ്കിൽ എത്ര നേരം ആൾക്കാർ കണ്ടിരിക്കും? ആ നന്മയുടെ മഹത്വം നിന്ന് തിരിച്ചറിയുന്നത് എത്ര അതിന് എതിരുണ്ടെന്നാണ് ഞാൻ ആശ്രയിച്ചത്. വില്ലന്റെ പവർ എത്ര ഉണ്ടെന്ന് അത്രയനുസരിച്ചാണ് നായകന്റെ പവർ. അതുപോലെ തമാശ, അതിൻ്റെ അകത്ത് അടിപിടി ഉണ്ടാവാം, ത്രില്ലുണ്ടാവാം, സസ്പെൻസ് ഉണ്ടാവും, ഇതെല്ലാം പ്രത്യേക ദയവായി നമ്മൾ പറയും. ഈ ലോകത്തിൽ നിന്ന് മാറി നമ്മളുടെ ഇൻവോൾവ്മെന്റിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഇതേപോലെ ഇവർക്ക് മാത്രമല്ല ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും നല്ല വിഭവങ്ങളാണ് രസം. രസത്തിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് മാത്രം കൊടുക്കുന്നത് രസമാണ്. അതിൻ്റെ അകത്ത് ബാക്കിയെല്ലാം വേണം, വെറു വേണം, പുളി വേണം, അതുപോലെ ഉപ്പ് വേണം, രസം വേണം, എല്ലാം ഉണ്ടെങ്കിൽ രസമുള്ളൂ. വെറു വേണം, എല്ലാം ചേരുമ്പോഴാണ് രസം. അപ്പോഴാണ് രസമാകുന്നത്. അതിന് മുമ്പ് ഒരെണ്ണം മാത്രമായ അതിന് രസം പറയാൻ പറ്റില്ല. ജീവിതം നമുക്ക് രസമയമാകണമെങ്കിൽ രസവുമായി സമാനത്തിൽ രസമാണ് അവൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നത്. സർവ്വവിധ വികാര വിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രതിഭാസം അതാണ്. അതെല്ലാം അതിലുള്ളതാണ്. രസമില്ലാത്ത സാമ്പത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉള്ളത് തന്നെയാണ് നമുക്ക് അനുഭവിക്കാനും ആനന്ദിക്കാനും പറ്റുക. പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു ബിസിനസ്സാണ് ആയുധ കച്ചവടം. ഈ യുദ്ധം നടത്തിയവരുടെ ചെലവുകൾ അതിനാണ് ഈ കോടാനുകൂടി ആളുകൾക്ക് ജോലി കിട്ടുന്നത്. അതൊരു പ്രശ്നമാണ്. ഒരു വശത്തെ ആൾക്കാർ അതുകൊണ്ട് അത്യുന്ന നിലയിലെത്തുമ്പോൾ മറുവശത്തെ ആൾക്കാരും ഈ രണ്ടാളുകളും ലോകത്ത് സമമായിട്ട് ഏറ്റവും കൂടുതൽ ലുക്രേറ്റീവായിട്ടുള്ള ഫീൽഡ് വന്ന ഈ ഡിഫൻസ് സിസ്റ്റം തന്നെയാണ്. പട്ടാളക്കാരെ യുദ്ധം നടത്തുകയല്ലേ എങ്ങനെ ജീവിക്കുക, ഇതൊക്കെ ഉണ്ട്. കള്ളന്മാരില്ലെങ്കിൽ പോലീസുകാർക്ക് ജോലിയില്ല, രോഗികളിലേക്ക് ഡോക്ടർമാർക്ക് ജോലിയില്ല. അതേപോലെ എന്ത് സംഭവം ഈ ലോകത്ത് നടക്കുന്ന രണ്ടുമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറഞ്ഞത് ഈ ദ്വന്ദ്ങ്ങളെ അതിജീവിക്കുന്നത്, അതിനെ രണ്ടും ഒരുമിച്ച് കാണുന്ന ആ ഒരവസ്ഥ. സുഖദുഃഖിയ സമയത്ത് ലാഭാലാഭം ദയാദേവ് വ്യത്യാസം നൈവം പാപം അവകാശം ഇതിനെ കിട്ടുന്ന അലക്കാൻ ലഭിക്കണമെങ്കിൽ ഇതെല്ലാം നടത്തുന്നത് വൃത്തിയായിട്ട് കാണുക. അത് സ്വന്തം ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് ദുഃഖം മറ്റുള്ളവർക്ക് വരുമ്പോൾ സമാധാനമായപ്പോഴാണ്. അവിടെയാണ് ഭഗവാന്റെ അവതാരത്തിൽ നമുക്ക് കാണുന്നത്. നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ചോ ഒരു സാധനം അതേസമയം നമ്മുടെ സമ്പത്ത്, നമ്മുടെ എനർജി, നമ്മുടെ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചോ ഇതെല്ലാം തിരിച്ചു. അതാണ് അമേരിക്ക. ഒന്നുമില്ല, ആരുമില്ല, പക്ഷെങ്കിൽ അവർക്ക് സന്തോഷമാണ്. ഇവിടെ നിന്ന് ആരുമില്ല കഴിയുന്നത് തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇത് വന്നിട്ടുണ്ട്. ഞാൻ ധാരാളം ശ്രീരാമസേനായിരുന്നു ഒരു പൈസ പോകാൻ പറ്റില്ല, ഒരു തുണി എടുത്ത് കൊടുക്കാൻ പറ്റില്ല.
പക്ഷെ എത്ര വേഗം അവരുടെ സർവസ്വവും കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്ത് എടുത്തു കൊടുത്തിട്ടാണ്, എന്ത് സമ്പാദിച്ചിട്ടാണ് ഒപ്പിട്ട് കൊടുത്തിട്ട് ശമ്പളം കഴിക്കാൻ പറ്റില്ല. ഒരു സാധനം ഒരു പൈസ വാങ്ങിക്കുന്ന രക്ഷ വാങ്ങിക്കുന്ന പൈസ വരാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ആ നാമത്തിൽ ഈ ലോകം മുഴുവൻ എന്ത് അത്ഭുതങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതം ത്യാഗപൂർണ്ണമായെങ്കിലേ ഈ ത്യാഗമാണ് ത്യജിക്കാനുള്ളത് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വേണ്ടാത്തതോ അല്ലെങ്കിൽ അതിലുള്ളതോ ത്യാഗമാണ്. ഇപ്പോൾ ഭക്ഷണത്തിൽ വെച്ചിരിക്കുന്ന ഈ സാധനം നമ്മളെടുത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ സന്തോഷപൂർവ്വം കൊടുക്കുമ്പോൾ അപ്പം മാത്രമേ ത്യാഗമാണ്. അതിനാണ് അയാളുടെ വിശപ്പ് മാറി എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഈ ആനന്ദം ഒരിക്കലും മരിച്ചു പോകില്ല. ഭക്ഷണം കിട്ടുന്നവരുടെ സന്തോഷം വിശപ്പ് മാറിപ്പോയത്. പക്ഷെ കൊടുക്കാൻ കഴിയുന്നവരുടെ ആനന്ദം എത്ര കാലം ഉണ്ടാവും, സന്തോഷം എത്ര കാലം നൽകും. അതാണ് ത്യാഗീയതയുടെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാനുള്ളതാണ്, കത്തി എഴുതി ചെയ്യാനുള്ളതാണ്. എന്നാണെങ്കിലും നമ്മൾ എത്രയൊക്കെ നന്നായിട്ട് വെച്ചാലും ഒരു ദിവസം പോകും. അതിപ്പോഴേ എന്ന സമയത്ത് നമുക്ക് വ്യക്തികളാണ് ആർക്ക് വന്നു അറിയാമെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിപ്പോഴും ഞാൻ എൻ്റെ ദിവസം എൻ്റെ കാലത്ത് വ്യക്തി ആർക്കെങ്കിലും തോന്നിയിരുന്നത് എന്തായിരുന്നു അവസ്ഥ. പണ്ട് പ്രാവശ്യം ഈ നമ്മുടെ 70കളിലാണ് നമ്മൾ ബഹിരാകാശ വരാൻ താഴെ വീട് ഭൂമിയിലുള്ള വീട് നമ്മുടെ ഇവിടെ ആയിരിക്കും വീഴുക എന്ന് പറഞ്ഞിട്ട് ഈ ദൂരെ ആൾക്കാർ എന്തെല്ലാം ഉണ്ടാക്കി. എത്ര നാട്ടിലുള്ള പെൺകുട്ടികൾ എത്ര പേര് ഗർഭിണികളായിരുന്നു കണ്ടെത്തി കഴിഞ്ഞ് എന്തായാലും ലോകാവസാനം. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. ഇതാണ് എനിക്ക് മനുഷ്യൻ്റെ അവസ്ഥ. ഇന്ന ദിവസം വരും, അതിപ്പോൾ ഇന്ന ദിവസം വീഴുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറ്റി? ഇതൊക്കെ വീടുമില്ല, ആർക്കൊന്നും പറ്റിയില്ല, നമ്മുടെ മതത്തിനെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ല എന്നുള്ളത് പക്ഷെ ഏറ്റവും നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ ഈ ശരീരം നശ്വരമാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പരിശ്രമിച്ച കാര്യമില്ല. അതെന്നെ വഴി നോക്കും, ഉള്ളയിടത്തോളം കാലം ഉപയോഗിക്കാൻ പറ്റും. അത് സർക്കാരുകൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫലം അതിൻ്റെ പോലെയാണ് വിളിച്ചത്. ഇപ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ്റെയോ സാധാ ദേവിയുടെയോ ധാരാളം സംഘടന ധാരാളം രൂപയൊക്കെ എന്തുണ്ടായിട്ടാണ് ഇത്രയാൾക്കാർ പിന്നെ ഏത് സ്ഥലത്തും രമണ വർഷം എല്ലാം വിട്ടിട്ട് ആ തിരുവണ്ണാമലയിൽ പോയി ആ കാട്ടിൽ നിന്ന് ആ ഗുഹയിലിരുന്ന് ശരീരം പിടിയാനായിട്ട് തന്നെയാണ്. ശരീരത്തിൻ്റെ ഭാഗമല്ല, ഒരു അമ്മയാണ് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ആ ശരീരം വെച്ചുകൊണ്ടിരുന്നത്. ലോകത്തിന് നമ്മുടെ ആവശ്യമുണ്ട്. നമ്മുടെ ജീവൻ ഈ ശരീരം മാത്രമല്ല, ഈ ശരീരത്തിലൂടെ ഇത് ആവിഷ്കരിക്കപ്പെടുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തിയുണ്ടോ സൗന്ദര്യമുണ്ടോ വലിപ്പമുണ്ടൊന്നും. അവസാനമായിട്ട് ശ്രീരാമചന്ദ്ര ശരീരത്തിൽ എഴുതി മുഴുവനായി ആ ഫോട്ടോ പറയുന്ന നമ്മൾ സഹിക്കും. ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വർണ്ണന എഴുതിയിരുന്ന ആനന്ദമായ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിൽ അങ്ങേക്ക് ആനന്ദം ചെയ്യുന്നു. അവരെ വീട് വിട്ടു, ജോലി വിട്ടു, പഠിത്തം വിട്ടു, എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് കൂടിയിരിക്കണം. രണ്ടാമത്തെ ചെയ്യാൻ പറ്റും ത്യാഗം നമുക്ക് കാണാൻ പറ്റും സേവയിൽ. അപ്പം നമ്മളെ സംബന്ധിക്കുന്ന വ്യക്തി സമൂഹം മുഴുവൻ സ്വഭാവമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന എന്ത് സേവ അത് ഈശ്വര പൂജയാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ശാസ്ത്രപഠനം സംസ്കൃതജ്ഞാനത്തിൽ ഉണ്ടാവുന്നു. അതേപോലെ നമുക്ക് മന്ത്രസ്ഥാപനങ്ങൾ അഭിനന്ദനത്തിലുണ്ടാവുന്ന ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാൻ ഉള്ള സൗകര്യമോ അല്ലെങ്കിൽ അവരുടെ മനസ്സുണ്ടാകുന്ന ഇതൊന്നും ഇല്ലെങ്കിലും ഈ ചെയ്യുന്ന ഓരോ സേവയും ഈശ്വര പൂജ തന്നെയാണ് എന്നൊരു അവബോധം സമൂഹത്തിലുണ്ടാക്കി നമുക്ക് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഈ റഷ്യയിലും ഈ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഈ ഒരു പ്രസക്തി വന്നത്. നമ്മൾ ബാക്കിയുമായിട്ടുള്ള ആധാരങ്ങൾ ഒതുങ്ങുന്നതല്ല ആത്മീയത.
നിങ്ങളുടെ ജീവിതം ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി എരിഞ്ഞ് വിളക്കാനും തീരാനുള്ളത് ആ വെളിച്ചം വിദ്യാർത്ഥിയാണ്. ജീവിക്കാൻ വരണമെങ്കിൽ പ്രേമം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. പ്രധാനപ്പെട്ട പ്രേമം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ജയിക്കാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ യാതൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേരെ നോക്കിയാൽ ആരെങ്കിലും ഒരാളെ ഇഷ്ടം തോന്നി അച്ഛനും കിട്ടും അമ്മയും കിട്ടും വീട് കിട്ടും കിടക്കം എല്ലാം കിടക്കുന്നുണ്ട്. അവസാനത്തെ അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകത പ്രേമമുണ്ടാണ്. പക്ഷെ അത് മാനസിക തലത്തിലായിപ്പോയത് കൊണ്ട് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോടോ ആയതുകൊണ്ട് അവർ അനുഭവപ്പെടുന്നു. അതേസമയം ഈശ്വരന് വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഇതെല്ലാം മാറ്റി വെച്ചതെങ്കിൽ അവർ ഈശ്വരായിട്ട് അതാണ് നമ്മൾ കാണുന്ന ഈ ധർമ്മവർഷിയും നാരായണ ശ്രീരാമചന്ദ്രനും നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് അവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. സ്വന്തം എന്ന് പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള അച്ചീവ്മെന്റില്ല. പക്ഷെ അവരെ ലോകം സ്വന്തമായി. ഇതേപോലെ നമുക്ക് ഈ സമൂഹം മുഴുവൻ നമ്മുടെ സ്വന്തമാണെന്ന് വെച്ചാൽ സമൂഹത്തിന് നമ്മൾ സ്വന്തമാണ്. നമ്മൾ വേണ്ടിവരും. എവിടെ ചെന്നാലും ആളുകൾക്ക് വേണ്ടിവരും. അപ്പോൾ പ്രേമപൂർവം ത്യജിക്കുക, പ്രേമപൂർവം സേവ ചെയ്യുക. ഇതാണ് ഈ യുഗത്തിനുള്ള വഴി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സാധനകളെ കുറിച്ചാണ് തുടക്കത്തിലെ നമ്മളെ കഴിവില്ലായ്മയെ കുറിച്ച് അറിഞ്ഞത്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ആശ്രമം ഒരു ജീവൻ വെച്ചുകൊണ്ടത് നമ്മുടെ വിശുദ്ധ പ്രാണമാറായി ഉള്ളവരാണെന്ന് നമുക്കറിയാം. ഉള്ളവരും ഒന്നും വിളിക്കുന്നവർക്ക് അറിയാം വിശുദ്ധ പ്രാണമാറായി ശബ്ദം. അപ്പോൾ അവർ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഗോകുലാനന്ദ സ്വാമി ഡൽഹിയിലുണ്ടായിരുന്ന സ്വാമിയാണ്. ആ സ്വാമി ഒരു ആർട്ടിക്കിൾസ് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം സാധനാ സോപാനം എന്ന പേരിലാണ് എഴുതിയത്. സാധനാ സോപാനം അത് ഗൈഡ് ലൈൻസ് ടു ഇന്നർ ലൈഫ്. അതാണ് പുസ്തകത്തിൽ സം ഗൈഡ് ലൈൻസ് ടു ഇന്നർ ലൈഫ്. നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ ചില മാർഗദർശനം. നമുക്ക് ബാഹ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ നമ്മുടെ ആന്തരിക ജീവിതം ഉണ്ടാകുന്നത് ഗോകുലാനന്ദ സ്വാമി വളരെ പറയുന്ന ഒരു സ്വാമിയായിരുന്നു. വളരെ കാലം ഈ മേഘാലയത്തിൽ അരുണാചൽ പ്രദേശിൽ പിന്നെ ഡൽഹിയിൽ ആണ് കഴിഞ്ഞത്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ആളുകളായിട്ടുള്ള സന്തോഷം. ഇപ്പോൾ പ്രാദേശിക ക്ലാസ്സെല്ലാം പണ്ടക്കാലത്ത് സംഖ്യാതരുന്നു. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൻ്റെ ഇന്നർ ആന്തരിക ജീവിതം ഒരു പുസ്തകം ഒരു ഭാഗം ലൈവ് ലൈഫ്. അത് ഈ ഇവിടെ ഉണ്ടായിരുന്ന വിശദീകരണമാണ് കോൺസെപ്റ്റ് ചെയ്താണ്. അത് വിശദീകരണം പബ്ലിഷ് ചെയ്തതാണ്. അതിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ വേണമെങ്കിൽ അന്വേഷിച്ചാൽ അപ്പോൾ ഇത് മാറാൻ ഞാനിവിടെ ഒരുപാട് ആൾക്കാരെ സംഘടിപ്പിക്കുകയും ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് ശരിയായി വിട്ടുപോയി. ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സേവ ആര് ചെയ്താൽ എവിടെ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് സ്വന്തം ജീവിതം അനുഭവിക്കുന്നത് അത് ഈശ്വര ഉപാസന തന്നെയാണ്. അല്ലാതെ നമ്മളൊരു പണം വെച്ച് ജീവിക്കുക ഇത് മാത്രമാണ്. അത് വേണ്ടാന്നല്ല, അതും വേണം എന്ന് ശ്രീരാമചന്ദ്രൻ ആവശ്യം. അതും വേണം. കാരണം എല്ലാവർക്കും ഈ അന്തരീക്ഷത്തിൽ എവിടെയുണ്ടെന്ന് പറയാൻ പറ്റില്ല, അതിനെ മനസ്സിലാവുകയില്ല, കാണാൻ പറ്റും. അത് മൂർത്ത രൂപത്തിലാവുമ്പോൾ മാത്രമേ കാണാൻ. അപ്പോൾ ആ മൂർത്ത രൂപത്തിലാവുമ്പോൾ ഈശ്വര രൂപമുണ്ട്, ഭാവമുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തൊടാനും അറിയാനും എന്തും പറ്റും, സംസാരിക്കാനും പറ്റും. എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ കാണാം, വേണമെങ്കിൽ വെക്കാൻ കാണാം, വേദന വെക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സംസാരിക്കും. കാലടിയിൽ നിന്നുള്ള ഒരു സ്വാമി രാമകൃഷ്ണ നല്ല സന്യാസം എടുത്തിരുന്നു. പുറമെ സന്യാസം എടുത്ത് ആശ്രമത്തിൽ വർഷങ്ങളായി താമസിച്ചായിരുന്നു. അത് വൈകുന്നേരം ഒരു ദിവസം അമ്പലത്തിൻ്റെ സൈഡിൽ
അതിനെടുത്ത് സംസാരിക്കാം. ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ ശേഷം മാറുമ്പോൾ ഞാൻ പക്ഷേ എത്ര നാൾ ഞാൻ കാത്തിരിക്കാം എന്നെ സങ്കടത്തോടെ ഞാൻ പറയും. രാവിലെ അദ്ദേഹം കറക്റ്റ് ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുട്ടി 7 മണിക്ക് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 7 മണിക്ക് കാണാൻ സ്വാമി കാണുന്നില്ല. കൂടി തുറക്കാൻ ജനങ്ങളുടെ ഒരു കാണി രുചിക്കുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ തുറന്ന ജനങ്ങളിൽ മനസ്സിലായി അൺകോൺഷ്യസ് ആണ്. ഡോക്ടറെ വിളിച്ചു, മതിയെ കൊടുത്തു. രാത്രി ഒരു 2 മണിയായപ്പോൾ ശരി ഡോക്ടർ പോയി. അപ്പോൾ അതിന് പറയുന്ന ദിവസം എന്തായാലും പറഞ്ഞു കൃഷ്ണ എപ്പോഴാണ് ഇത് ഉപാസന ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ കൃഷ്ണൻ എന്ന വളരെ കേവലം രൂപമല്ല, കേവലം ഒരു ഭാവമല്ല. ഈശ്വരൻ ഏത് രൂപത്തിൽ എങ്ങനെ കാണുന്നു അറിയാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമുണ്ടാകും. അതുപോലെ ജ്ഞാനികളായിട്ടുള്ളവർക്ക് ഇതേ അനുഭവത്തിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദിവ്യാനന്ദ തീർത്ഥ സ്വാമികൾ വഴിവിദ്യ സ്വാമികളുടെ അനുഭവം, നീലകണ്ഠ സ്വാമിയുടെ സ്വാമിയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന് സമാന സമയത്ത് ഇവരുടെ തലത്തിൽ വരാനുള്ള 14 അദ്ദേഹം ഒന്ന് പറയുന്ന സംഭവം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് മുതൽ ഇങ്ങനെ പ്രാണത്തിൽ വരും. അപ്പോൾ കാല് മുതൽ പ്രാണത്തിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നിശ്ചലമായിട്ട് അവസാനം സഹസ്രാരം പുറത്തേക്ക് പോകുന്നത് അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം തൊട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് അവർ ശരീരം എടുക്കുന്നതാണ്. ഇതൊരാൾ കൽക്കലാസനത്തിൻ്റെ പോലെ പറയുന്ന ഒരാളുടെ സാന്നിധ്യം അദ്ദേഹം പ്രായോപദേശം എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീരാമത്തെ താല്പര്യം എഴുതി വെച്ചിട്ടുമാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളായി സമഗ്രാനുസ്വാമി താമസിക്കുമ്പോൾ അദ്ദേഹവും ഇതേപോലെ ഒരു ചെയ്തു. പല ദിവസങ്ങളിൽ കാണാൻ. അപ്പോൾ ഞാൻ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നത് ഒന്ന് ജീവനപക്ഷത്താണ് ക്ഷേത്രത്തിലെ സാറ്, പിന്നെ ഇതൊക്കെ ഉണ്ടായി. കഴിക്കില്ല, ഞാൻ അവിടെ ചെന്ന് അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഏതൊരു തലമുറ മനുഷ്യൻ സാധുവായിക്കോട്ടെ ഗൃഹസ്ഥനായിക്കോട്ടെ എങ്ങനെയുള്ളവർ ഈശ്വര അനുഭൂതി സാധ്യമാണ്. എപ്പോഴും എങ്ങനെ അവരുടെ ജീവിതം ത്യാഗപൂർണ്ണമാകുമ്പോൾ സേവാനിരതമാകുമ്പോൾ ഇത് സാധ്യമാണ്. അറിഞ്ഞാലും അറിയാതെയായും ഇത് ശ്രീരാമചന്ദ്രൻ ഈ കാലത്ത് പഠിപ്പിക്കാനുണ്ട്. നമുക്ക് പാണ്ഡിത്യ പ്രശ്നമല്ല, അതേപോലെ സമ്പത്ത് പ്രശ്നമല്ല, മന്ത്രത്തിന്റെ പ്രശ്നമല്ല, ഒരു ഫീലിംഗ്. ഈ ലോകം ഈശ്വരൻ്റെയാണ്. നമ്മൾ ഈശ്വരൻ്റെ ഭാഗമാണ്. ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. ഈ ഒരു ഭാവം ഇതൊന്നും പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഈ പൂജയോ പ്രാർത്ഥനകളോ പാട്ടോ നൃത്തമോ എല്ലാം ഈശ്വരൻ പൂജയാണ്. അതെല്ലാം നോക്കേണ്ടത് മാത്രമേ. അവിടെയാണ് ജീവിതം സാധനാപൂർണ്ണമാകുന്നത്, ധന്യമാകുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ പരമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. അസാധ്യമാണ്. സാധനാ സോപാനത്തിലൂടെ ഈ പണികൾ ഒരുപാട് പണികളുണ്ട്. അതിൽ പുസ്തകത്തിലുണ്ട്. അതുപോലെ വിവേകചൂടാമണി ഭഗവത്ഗീതയും എല്ലാ അഭ്യാസങ്ങളും കാണാം. ഇതൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പ്രവാഹം സാധിക്കും. ഒരു വീട്ടുകാരക്കാർക്കുണ്ട്. അവരെ ഉപകാശത്താണ് അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ സാധനങ്ങളോ വേലകൾ ചെയ്യും.
ഗവൺമെൻറ് ഇടയ്ക്ക് തെറ്റുന്ന അവരുടെ ശമ്പളം പോവുകയാണെങ്കിൽ പുറത്താക്കണമെങ്കിൽ മറ്റുള്ള ചെയ്തു തരണം. അതുകൊണ്ട് കഴിയുന്നത്ര അവർ സത്യവ ചെയ്യും, ഒക്കെ തന്നെയുള്ള രീതി ചെയ്യും. പക്ഷേ അവർ മുഴുവൻ അവരുടെ സ്വന്തം തൊഴിലിന് വേണ്ടിയിട്ടാണ്, അതിന് പ്രവർത്തനം വേണ്ടിയിട്ടാണ്. 24 മണിക്കൂർ ഓർമ്മകളൊക്കെ ഓർക്കുന്നത് തൻ്റെ മുന്നെയാണ്, അവർ മുന്നായി ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്നത് കൃത്യമായി ചെയ്യും. അതുപോലെ ഈ ലോകത്തിലെ സർവ്വകാര്യങ്ങളും ഇത്രയും സത്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഭഗവാനാണ്, ഈശ്വരന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഔട്ട്ലുക്ക് മാത്രമേ എന്ത് ചെയ്താലും എവിടെ നിന്നും ഈ ആന്തരികമായ ആനന്ദം ലഭിക്കാതെ ഇവരുടെ ഭാവന എന്തുവാണ് നമ്മുടെ സമയം വിദ്യാർത്ഥികളില്ല. അടുത്തൊരു വാക്യം അല്ലേ? അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന പറയാം, പല വർഷം നമുക്ക് പറയുകയും ചെയ്യാം. ശ്രീരാമസ്വരം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരാൾക്ക് അസുഖമുണ്ടെങ്കിൽ മറ്റൊരു വഴി അന്വേഷിക്കുക. ഇവിടെ തന്നെ ഇവരുടെ കൂട്ടായ്മയുണ്ട്, കായംകുളത്തോടെ കൂട്ടായ്മ. അവർ എല്ലാവരും കണക്ടറാണ്. അവർക്ക് എന്തെങ്കിലും വയ്യ ഒരു പരസ്പരമായിട്ട് പോകുന്നു. ഇത് തന്നെയാണ് പ്രശ്നത്തെ കൂട്ടായ്മ. അത് ഭഗവാന്റെ ഇവിടെ തന്നെയുണ്ട് അദ്ദേഹം. അത് ശ്രീരാമസ്വരം അന്ന് കണ്ടിട്ടില്ല, ആരെയും ഇടവേള വന്നില്ല. എനിക്ക് പോയി നോക്കും എന്താ പറ്റും. ഇവിടെ നാരായണ കുടുംബ യോഗം എന്നുള്ള പേരിൽ സംഘടിപ്പിക്കുന്നു. ഓരോ വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം ചുറ്റുവട്ടത്തുള്ളവർ ഫ്രണ്ട്സ് ഒത്തുകൂടുക, കുറച്ച് നേരം നാമം കഴിക്കുക, പരിചയിക്കുക, സംസാരിക്കുക. ഈ ഹ്യൂമൻ റിലേഷൻ എന്ന് പറയുന്നത് ഡിവൈൻ റിലേഷനാണ്. അത് പ്രത്യേകിച്ച് ഒന്നിനു വേണ്ടിയിട്ടല്ല, എക്സ്പ്രഷൻ ഓഫ് ഡിവിനിറ്റി. അതാണ് സത്സംഗങ്ങളിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ റിലേഷൻ ഭഗവാന്റെ ഇതെങ്ങനെയുള്ളവരാണ് കാരണമാണ്. കൂട്ടായ്മ ഉണ്ടാക്കാൻ ഭഗവാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ധാരാളം മാതൃകകളുണ്ട്. അത് സാധ്യമാണ്. രാഷ്ട്രീയം പറയാനും അതേപോലെ മറ്റു പല ചർച്ചകളും ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഈശ്വര കാര്യങ്ങൾ കേൾക്കുമ്പോൾ തിരക്കാണ്. നമുക്ക് എന്ത് വേണം ചോദിക്കാം, എന്ത് വേണം പറയാം. അനൗപചാരികമായിട്ട് ചിലപ്പോൾ ഇന്ന കാര്യങ്ങളൊന്നും ആർക്കും എന്ത് വേണം. നമുക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. നിങ്ങൾ സ്വതന്ത്രരാണ്, ഞാൻ സ്വതന്ത്രനാണ്, എന്ത് വേണമെങ്കിലും. ഞാൻ ഈ രമണ മഹർഷിയുടെ ജീവിതത്തെ കുറച്ച് വായിച്ചു. ഇതിന്റെ അവസാനത്ത് അങ്ങ് ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ദിവ്യന്മാർക്ക് അറിയാം അവരെങ്ങനെയാണ് ഭൂമി വിട്ടു പോകാമെന്ന്. അപ്പം അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പിന്നെ ഇവിടുന്ന് വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് സ്പെസിഫിക്കായിട്ട് അറിയാമായിരുന്നു അത്രയും എങ്ങനെയാകുന്ന അതിനെപ്പറ്റി അങ്ങൊന്ന് പറഞ്ഞു തരാമോ? എനിക്കത് ശരിക്കും മനസ്സിലായിട്ട് അദ്ദേഹത്തിന്റെ ആ പാർട്ടി ഇവിടുന്ന് അദ്ദേഹത്തിന് സ്പെസിഫിക്കായിട്ട് അറിയാമായിരുന്നു. എനിക്കത് മനസ്സിലായിട്ടില്ല. അങ്ങനൊന്നും പറഞ്ഞു തന്നാൽ ഉപകാരം. അതല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാര്യം ശരിയല്ല. അത് ശരീരം വരാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ശരീരം വിട്ടു പോകുക എന്നുള്ളത് ഇപ്പൊ ശ്രീരാമചന്ദ്രൻ അറിയാമായിരുന്നു, വിവേകാനന്ദർക്ക് അറിയാമായിരുന്നു, ശാരദാദേവിക്ക് അറിയാമായിരുന്നു, നിരവധി വിദ്യാഭ്യാസങ്ങൾക്ക് അറിയാമായിരുന്നു, നിരവധി കാര്യങ്ങളായിരുന്നു അവരുടെ ലാസ്റ്റ് വരുന്നത്. അത് എപ്പോഴാണ്
നമുക്ക് തന്നെ തോന്നും, ഓരോ വ്യക്തിക്ക് തോന്നും. അതാണ് ഇവരൊക്കെ കാണിച്ചു തരുന്നത്. ഇത് മാത്രമല്ല, സാധാരണ പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ സാധാരണക്കാരെ കണ്ടിട്ടുണ്ട്. അന്ന് ഒരു ദിവ്യ നക്ഷത്രം വന്നു, അദ്ദേഹം അതിനെ ഭജിച്ചുകൊണ്ടിരുന്ന ഭക്തജനങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അവർക്ക് കാണാമായിരുന്നു ഒരു ചൈതന്യം ആ നക്ഷത്രത്തിലേക്ക് പോകുന്നതും ആ നക്ഷത്രം അങ്ങ് ഡിസപ്പിയർ ചെയ്യുന്നു. അങ്ങനെ ഒരു ഇതാണ് അതിൽ എഴുതിയത്. എനിക്ക് അത് ശരിക്കും മനസ്സിലായില്ല. അപ്പം അദ്ദേഹം ഭക്തർക്ക് കാണിച്ചു കൊടുത്തതാണ്, ഞാൻ പോവാണ്, ഇങ്ങനെയാണ് അതിൻ്റെ അന്ത്യം ഉണ്ടായിരുന്നതെന്ന് വായിക്കുന്നു. ഒരുപാട് പല ഭക്തന്മാർക്കും എക്സ്പീരിയൻസ് വിവേകാനന്ദ പോയി അമേരിക്കയിലെ സ്വാമിക്കാരനും സ്വാമി പോയിരുന്നു, ഹരിദ്വാറിൽ സ്വാമിക്കാരനും അദ്ദേഹം പോയിരുന്നു. അപ്പോൾ അത് കണക്റ്റഡാണ്. നമ്മൾ ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആകുമ്പോൾ യൂണിവേഴ്സ് എല്ലാവർക്കും ഒന്നും തിരിയില്ല. ആ മനസ്സ് അങ്ങനെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും, എല്ലാവർക്കും തിരിയില്ല. കർമ്മമോക്ഷയുടെ കാര്യത്തിൽ അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ മരണാനന്ദ എക്സ്പീരിയൻസ് ഉണ്ടായാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഒരു വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നത്. അതിനാൽ വ്യക്തമാക്കുകയാണ് അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ ശവമെടുത്ത ആൾക്കാരോട് അദ്ദേഹം ആകാശത്തിൽ ചിരിക്കുക, പിന്നീട് യാദൃശ്യമായിട്ട് ശരീരത്തിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ ജീവിതത്തിൻ്റെ ഈ വ്യക്തതയെന്നാണ് മനസ്സിലാവുന്നത്. ഈ എക്സ്പീരിയൻസ് മരിച്ചു കഴിഞ്ഞാലുള്ള ഈ ആനന്ദം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അതേ ശരീരത്തിൽ ഉപയോഗിച്ചു. അത് ഇന്നും ആൾക്കാർ ഉപയോഗിക്കുന്നു. അതാണ് സംഭവം. അദ്ദേഹത്തിന് വേറെ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം പരിപൂർണമായിട്ട് സ്വന്തം എക്സ്പീരിയൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ എനിക്കൊരു പുസ്തകം പറയാൻ അറിയാവുള്ളൂ, ഇതൊക്കെ ഇനി ഏതെല്ലാം കാര്യങ്ങളും എനിക്ക് അറിയില്ല. അതനുഭവിക്കാൻ മനസ്സിലാവും. നമുക്ക് മാർഗം എന്നുള്ളത് ഇവരുടെയൊക്കെ ജീവിതമാണ്. അതാണ് ഒരു മാർഗദർശനം. അതിപ്പോൾ ജീവിക്കാൻ ശ്രമിച്ചാൽ ഓരോരുത്തരും മനസ്സിലാവും. നമ്മൾ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരിക്കും. അവസാന കാലത്ത് എന്ത് സംഭവിക്കും? അതിൻ്റെ പേര് ഭയം. ഇല്ലാണ്ട് വന്നാൽ വൈകാണ്ടായ വീട് പറയാൻ ഞാൻ പറയും, മറ്റുള്ളവർക്ക് കഷ്ടപ്പാടാവില്ല. എൻ്റെ പരിസ്ഥിതി മറ്റുള്ളവർക്ക് നമുക്ക് നമ്മുടെ കാര്യത്തിന് പേടി അതിൽ ശരീരം ഞാനുള്ള തോന്നലോട് തന്നെയാണ് പേടി. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിലല്ല പേടി. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. അതൊരു ന്യായം നമ്മുടെ മനസ്സിൽ സൈക്കോളജിക്കലായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. പേടി നമ്മുടെ കാര്യത്തിൽ എനിക്ക് സഹിക്കാൻ ശക്തി മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ തരണം ചെയ്യാവുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് വിവേകാനന്ദ സ്വാമി. അദ്ദേഹത്തിൻ്റെ അവസാന അത്ഭുതകരമായ അങ്ങനെ പറഞ്ഞു. അവസാനം കഴിഞ്ഞ പറഞ്ഞു അവസാനത്തെ അദ്ദേഹം എന്തായാലും സാധിക്കും. അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതാൻ പോയിട്ടില്ല. പക്ഷേ മിഷൻ ഉണ്ടായിരുന്നില്ല. മിഷൻ ഭഗവാന്റെ സമയത്ത് അദ്ദേഹം ജീവിക്കുന്നതാണ്. ഈ നാടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഈ ആശയം പങ്കുവയ്ക്കാൻ തയ്യാറാണ്. അതാണ് മിഷൻ. അതിനൊരു സമൂഹത്തെ തയ്യാറാണ്. അതാണ് സാമൂഹിക അവസരങ്ങളിലാണ്. അത് ഓരോ കഴിയും ഓരോ മക്കളിലും പറയും. അതെല്ലാം എന്തിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മളോട് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഒരു അത്ഭുതമായ അന്തരീക്ഷം ഇത് ഭഗവാൻ അന്തരീക്ഷമായിരുന്നു. ഇവിടെ കൂടുതൽ ആൾക്കാർ വരണം. ഈ ആത്മീയ ശിക്ഷണമാണ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അറിയാം. അതിൻ്റെ ഇടമുണ്ടാവണം. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റണം. എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കും പഠിക്കാൻ പറ്റണം. ഉച്ചവിധികളൊന്നുമില്ലാതെ ഇന്ന് അത് പ്രായോഗികമാണ്. അതെങ്ങനെ തുടർന്നേയിരിക്കും. അതിൻ്റെ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് അദ്ദേഹം
ഉള്ളിലേക്ക് നോക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. അതായത് സ്റ്റഡിയായിട്ടിരിക്കുക. ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് ക്രമീകരിക്കുക. ആദ്യം ദീർഘമായിട്ട് 3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നടത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ദീർഘമായിട്ട്. സ്ലോ ആയിട്ട് കഴിയും. അതേപോലെ സ്ലോ ആയിട്ട് ശരിയായ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതിലേക്ക് തിരിക്കാനുള്ള ഒരു ടെക്നിക്ക്, ഒരു വഴി. ആദ്യം ശരി ശബ്ദമാണ് ഉള്ളിലേക്ക് വരുന്നത്. ഏതെങ്കിലും ഒരു ശബ്ദത്തിൽ മനസ്സിൽ നിന്ന് ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഈ ഫാനിൻ്റെ ശബ്ദം കേൾക്കാം. ഫാനിൻ്റെ ശബ്ദത്തിൽ മാത്രം മനസ്സിലാക്കാൻ ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ. അടുത്ത സ്റ്റെപ്പ് ഫാനിൽ നിന്ന് വരുന്ന കാറ്റ്. ആ കാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ സ്പർശിക്കുന്നു. ആ സ്പർശം ശ്വാസകോശത്തിൻ്റെ മലങ്ങളിൽ തിരിച്ചു വരുന്നത്. ആ സ്പർശത്തെ ശ്രദ്ധിച്ച് ഈ വായുവിൻ്റെ സ്പർശം ഇവിടെ ശ്വാസകോശം തിരിച്ചു ഉള്ളിലേക്ക് കടക്കുമ്പോൾ അടുത്ത സ്പർശം പുറത്തേക്ക് വരുന്നത്. സൂര്യ സ്പർശം ശ്രമിക്കുക. ശ്വാസകോശം സന്തോഷത്തിനും വികസനത്തിനും ശ്രദ്ധിക്കുക.
ഹൃദയം പിടിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ഇതിൻ്റെ എഴുപത്തിൻ്റെ ആവശ്യത്തോടെ സ്ഥാപിക്കുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ശക്തി വിഷ്വലൈസ് ചെയ്യാൻ ശബ്ദത്തിൻ്റെ സ്പർശത്തിൻ്റെ രീതിയിൽ ഉള്ളിലേക്ക് ആ ചൈതന്യം അത് രൂപം പ്രാപിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. അത് നമ്മുടെ ശരീരങ്ങളിലും പുറത്ത് പ്രാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് ചിന്തിക്കുക.